ഒന്നൊരു എത്തീസ്റ്റ് സ്റ്റേറ്റ്, തിയോക്രാറ്റിക് സ്റ്റേറ്റ്, സെക്കുലർ സ്റ്റേറ്റ് എൻ്റെ നടുക്ക് വരുന്ന, മധ്യത്തിൽ വരുന്ന. സെക്കുലർ സ്റ്റേറ്റിൽ യഥാർത്ഥത്തിൽ ഇമ്പാർഷ്യൽ ആൻഡ് ന്യൂട്രൽ ടു റിലീജിയൻ എന്നേ പറയാൻ പറ്റും. ആൻഡ് സ്റ്റേറ്റ് വിൽ നോട്ട് ഹാവ് എനി റിലീജിയൻ. പക്ഷേ ആൻറ്റി റിലീജിയസ് അല്ല, മതവിമുക്തമാണ്, പക്ഷേ മതവിരുദ്ധമല്ല. ഇന്ത്യയൊക്കെ മതവിമുക്തമല്ല, മതവിരുദ്ധമല്ല, പക്ഷേ നമ്മൾ സെക്കുലറാണ്. അതാണ് ഒരു രസം. പിന്നെ പുഷ്പിക്കാത്ത സസ്യമെന്നോ അല്ലെങ്കിൽ എന്താണ് രതിരഹിത വിവാഹമെന്നോ ഒക്കെ പറയാവുന്നതാണ്. നമുക്ക് പേരിനുണ്ട് സാധനം, പക്ഷേ ഇവിടെ മതവിരുദ്ധവും അല്ല, മതേതരവും അല്ല, മതപരമാണ്. അപ്പോൾ നമുക്കിപ്പോൾ കേരളത്തിൽ തന്നെ വന്നു കഴിഞ്ഞാൽ ആസ്ഥാന വാസ്തു വിദഗ്ധനുണ്ട്, ആസ്ഥാന ജ്യോതിഷിയുണ്ട്, എല്ലാ സംഭവങ്ങളും ഇങ്ങനെയാണ്. ഞാൻ ഈ അടുത്തിടെ ഒരു ഫേസ്ബുക്കിലൊരു സാധനം കണ്ടിരിക്കുന്നു, പണ്ടേ ഉള്ളതാണ്, എന്നാലും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്താണ്. ഈ തൃപ്പൂണിത്തറ ക്ഷേത്രത്തിൽ പൂർണ്ണത്രയീശൻ എന്നാണ് അവിടുത്തെ ദൈവത്തിൻ്റെ പേരെന്ന്. അപ്പോൾ അദ്ദേഹത്തെ എഴുന്നള്ളിച്ചുകൊണ്ട് വരുമ്പോൾ 2 പോലീസുകാർ അവിടെ പോയി സല്യൂട്ട് ചെയ്യുകയാണ്, തോക്കൊക്കെ വെച്ച്. ആരെയാണ് സല്യൂട്ട് ചെയ്ത്? ദൈവത്തെയാണ് സല്യൂട്ട് ചെയ്തത്. മതേതരത്തിൻ്റെ കോറായിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ മാൻ ടു മാൻ റിലേഷൻഷിപ്പിൽ, അതാണ് രാഷ്ട്രീയം, അതാണ് രാഷ്ട്രം കൈകാര്യം ചെയ്യുന്നത്. മാൻ ടു ഗോഡ് റിലേഷൻഷിപ്പ് ഉണ്ട്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള റിലേഷൻ, ദൈവവും പ്രേതവും തമ്മിലുള്ള റിലേഷൻ, ദൈവവും ചാത്തനും തമ്മിലുള്ള റിലേഷൻ. അതിനകത്ത് രാഷ്ട്രം ഇടപെടുന്നില്ല. ഇവിടെ ദൈവവും ചാത്തനല്ല, അതിനേക്കാൾ കൂടിയ ആളുമായിട്ടുള്ള റിലേഷനിലാണ് സംസ്ഥാന പോലീസിനെ വിട്ടിട്ട്. അപ്പോൾ നമ്മളും പറയുന്ന മതേതരത്വം. എന്നിട്ട് നമ്മളെന്താ പറയുന്നത്? ഇന്ത്യൻ മതേതരത്വം എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ മതേതരത്വമാണ്. എന്നിട്ട് എന്തിനാണ് ഈ പേര് കൊണ്ട് നടക്കുന്നത് എന്നുള്ളതാണ് കാര്യം, അല്ലേ? യഥാർത്ഥത്തിൽ there is no American chemistry, there is no Spanish physics, you don't say. മതേതരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1951 ആദ്യമായി ഈ വാക്ക് കോയിൻ ചെയ്തത് ഹോളിയോക്ക് എന്ന് പറയും. ജോർജ് ഹോളിയോക്ക് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് അഗ്നോസ്റ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. പുള്ളിയെ മതനിന്ദയ്ക്ക് 6 മാസം പിടിച്ച് ജയിലിലിട്ടപ്പോൾ പുള്ളി തിരിച്ചു വന്ന് എഴുത്തായിരുന്നു. അതിനകത്ത് വന്നൊരു വാക്കാണ് മതേതരത്വം. മതത്തിൻ്റെ ഇതിൽ നിന്ന് രാഷ്ട്രം മോചിതമാകുന്നു. ഞാൻ ആ പഠനത്തേക്ക് തിരിച്ചു വരുന്നതിന് മുമ്പ് അൽബേനിയയിലേക്ക് ഒന്നുകൂടെ വരാം. അൽബേനിയയിൽ ഇപ്പോൾ എന്താ അവസ്ഥ? അൽബേനിയയിൽ സുന്നികളാണ് കൂടുതൽ. 70% മുസ്ലിങ്ങളായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഒരു 28 ലക്ഷം ജനസംഖ്യയുള്ള രാജ്യമാണ്. ഇപ്പോൾ അവിടെ 59% മുസ്ലിങ്ങളുണ്ട്. റമദാൻ നോയമ്പെടുക്കുന്ന മുസ്ലിങ്ങളുടെ എണ്ണം മൊത്തം മുസ്ലിങ്ങളുടെ 5% താഴെയാണ്. പള്ളി പോകുന്ന ബാക്കി കാത്തലിക്സാണ്. പള്ളി പോകുന്ന കാത്തലിക്സിൻ്റെ എണ്ണവും 7% താഴെയാണ്. 80% ചെറുപ്പക്കാർക്ക് മതം അവരുടെ ജീവിതത്തിൽ യാതൊരു റോളും വഹിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അൽബേനിയൻ സ്റ്റഡി. കമ്മ്യൂണിസം അടിച്ചമർത്തിയ മതം തിരിച്ചു വരാത്ത ഒരു സ്ഥലമാണ് അൽബേനിയ. ബാക്കി എവിടെയൊക്കെ കമ്മ്യൂണിസം അടിച്ചമർത്തിയ മതത്തെ ഒതുക്കാൻ പറ്റില്ല. സ്പ്രിങ് പോലാണ് ഇത് മാറ്റുമ്പോൾ ഇത് തിരിച്ചു വരും. എന്തോ ഒക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്നതാണ്, നമുക്ക് അത് പോയിക്കൊണ്ടിരുന്നതാണ്, പൊങ്കാല ഇടുന്ന അത് പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ എല്ലാം കൂടെ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് ഇരട്ടിയായിട്ട് ചെയ്യലാണ് സാധാരണ സംഭവിക്കുന്നത്. പക്ഷേ അൽബേനിയയിൽ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അടിച്ചമർത്തി വിദ്യാഭ്യാസത്തിൽ നിന്ന് മതത്തെ മാറ്റി. വിദ്യാഭ്യാസമാണ് മതം എന്ന് പറഞ്ഞൊരു വിദ്യാഭ്യാസം. ശരിക്കും ഇവിടുന്ന് ഇങ്ങോട്ട് മാറ്റിയപ്പോഴത്തേക്ക് പുതുതലമുറ ഇതില്ലാത്ത ഒരു ലോകത്തിലേക്ക് ജനിച്ച് ജീവിച്ച് കളിച്ച് വളരാൻ തുടങ്ങി. അപ്പോൾ അവരോട് ചോദിക്കണം മതം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിക്കുമ്പോൾ 80% ഓഫ് ദ പീപ്പിളാണ് യൂത്ത് പറയുന്നത് അവർക്ക് മതം ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഇന്നത്തെ അൽബേനിയയുടെ അവസ്ഥ. അൽബേനിയയിൽ 1992 മതപരമായ അടിച്ചമർത്തൽ നിയമങ്ങളെല്ലാം തന്നെ പിൻവലിച്ചു. 67-നും 92-നും ഇടയ്ക്കാണ് മതം അവിടെ പൂർണ്ണമായി അപ്രസക്തമായിരുന്നു. പക്ഷേ 92 ഈ നിയമങ്ങളെല്ലാം പിൻവലിച്ചിട്ടും അൽബേനിയയുടെ അവസ്ഥ ഇപ്പം അതേ കണക്ക് തന്നെ തുടരുകയാണ്. ഇന്ത്യയിൽ അതല്ല അവസ്ഥ. ഇന്ത്യയിലിപ്പോൾ ആർട്ടിക്കിൾ 25 എന്ന് പറയുന്നൊരു ഇതാണല്ലോ, റൈറ്റ് ടു ഫ്രീഡം. ആർട്ടിക്കിൾ 25 വെച്ചാണ് യഥാർത്ഥത്തിൽ ശബരിമല കേസിൽ അയ്യപ്പൻ്റെ പാർട്ടിക്കാർ വാദിച്ചത്. അതിനെ എതിർത്തുകൊണ്ട് ആളുകൾ വാദിച്ചത് ആർട്ടിക്കിൾ 14 മുതൽ 16 വരെയുള്ള ഈക്വാലിറ്റി സംബന്ധിച്ചുള്ള വകുപ്പുകൾ. ഇതിൽ യഥാർത്ഥത്തിൽ തോൽവി സംഭവിച്ചത് മതപക്ഷത്തിനാണ്. അപ്പോൾ അവർ ഇപ്പോൾ ആ കേസ് സുപ്രീം കോടതി കിടക്കുകയാണ്. എന്തായിരിക്കും ഇതിൻ്റെ ഭാവി? അപ്പോൾ ഞാനൊന്ന് ആലോചിക്കുന്നത്, സാധാരണ ഇതിൽ ഇന്ത്യൻ ഭരണഘടന അതേപടി വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ഇപ്പോൾ വന്ന ഒരു നിയമം അല്ലാതെ വേറൊരു നിയമം സാധ്യമല്ല. വലിയ ബുദ്ധിമുട്ടാണ്. കാരണം കാസ്റ്റ്, ജെൻഡർ, അതുപോലെ തന്നെ പ്ലേസ്, ലാംഗ്വേജ്, ഇതിൻ്റെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല ഇന്ത്യൻ പൗരന്മാർക്ക് എന്ന് പറയുന്നൊരു വകുപ്പുണ്ടെങ്കിൽ അങ്ങനെ ചില വിവേചനങ്ങളൊക്കെ ഇന്നിടത്തൊക്കെ ആകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിൽക്കില്ല. അപ്പോഴാണ് ഇവർ റൈറ്റ് ടു റിലീജിയസ് ഫ്രീഡം എന്നുള്ള വകുപ്പ് എടുത്തിരുന്നത് 25.
അതിനകത്ത് യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് പറയുന്നത്? ഒന്നതിനകത്ത് നിങ്ങളുടെ റിലീജിയൻ 3 കാര്യങ്ങൾ ചെയ്യാനാണ് നിങ്ങൾക്ക് അവകാശമുള്ളത്. ഒന്ന്, പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ്. PPP. അതായത് ഒരു മതത്തോട് അലീജിയൻസ് പ്രഖ്യാപിക്കുക, അതിനകത്ത് ആരാധകനാണെന്ന് സ്വയം പ്രഖ്യാപിക്കുക. 2, അത് ആചരിക്കുക. 3, അത് പടർത്തുക. ഇതിൽ ഭരണഘടനാ സഭയിൽ നടന്നിട്ടുള്ള ചർച്ചകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വേർഷിപ്പ് എന്നുള്ളതിൽ അല്ലെന്നുണ്ടെങ്കിൽ പ്രൊഫസ് എന്നുള്ളതിൽ ഒതുക്കാനായിരുന്നു ആദ്യം ശ്രമം. ആദ്യമൊക്കെ വന്ന നിയമം അങ്ങനെ തന്നെയായിരുന്നു. ആർട്ടിക്കിൾ 25. ആർട്ടിക്കിൾ 25-ൻ്റെ തന്നെ ആവശ്യമില്ല എന്നൊരു വാദം ഉണ്ടായിരുന്നു. അന്ന് കാര്യം 19 ഫ്രീഡം ഓഫ് എക്സ്പ്രഷനകത്ത് തന്നെ മതം എക്സ്പ്രസ് ചെയ്യാനുള്ള അവകാശം അതിനകത്ത് തന്നെ ഉള്ളതാണ്. പിന്നെ എന്തിനാ പ്രത്യേകിച്ച് വകുപ്പെന്ന് പറഞ്ഞപ്പോൾ പട്ടേലിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൈനോറിറ്റി, ട്രൈബൽ ഏരിയ, അതിനൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഒരു മൈനോറിറ്റി കമ്മിറ്റി ഉണ്ടായിരുന്നു. ഇവരെല്ലാം കൂടെ കൊണ്ടുവന്നാണ് ആർട്ടിക്കിൾ 25 എന്ന് പറഞ്ഞ് മതവകുപ്പ്, റിലീജിയസ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞൊരു സാധനം. അങ്ങനെ അല്ലാണ്ട് പേര് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. 25 ആദ്യം പറയുന്നൊരു കാര്യം മതം ആചരിക്കാനായിട്ടുള്ള അവകാശമുണ്ട്. എങ്ങനെ? 1, പ്രൊഫസ് ചെയ്യുക. 2, പ്രാക്ടീസ് ചെയ്യുക. 3, പ്രൊപ്പഗേറ്റ് ചെയ്യുക. പ്രൊഫസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമില്ല. വർഷിപ്പ് ചെയ്യുക. ഞാൻ ഒരാളെ ആരാധിക്കുന്നു, കൃഷ്ണൻ, ഞാനേ കണ്ടോളൂ, ഞാൻ മാത്രമേ കണ്ടോളൂ. നിങ്ങൾ വീട്ടിലിരിക്കുന്നു, TV കാണുന്നോണം കാണുന്നു, നോ പ്രോബ്ലം. രണ്ടാമത്തെ ഭയങ്കര പ്രശ്നമാണ് പ്രാക്ടീസ്. നിങ്ങൾ മതം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊരു സമൂഹത്തിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു ക്രാക്കർ പൊട്ടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാവരുടെയും ഇത് അടിച്ച് പൊട്ടിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റൂ. നിങ്ങൾക്കൊരു ഘോഷയാത്ര നടത്തണമെങ്കിൽ, നിങ്ങൾക്കൊരു ഉത്സവം സംഘടിപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ കൈ എല്ലാവരുടെയും പോക്കറ്റിലേക്ക് നീണ്ടിച്ചു. പ്രാക്ടീസിങ് എന്ന് പറഞ്ഞാൽ വളരെ അപകടകരമായൊരു കാര്യം പ്രാക്ടീസ് മതം മാത്രം വിചാരിച്ചാൽ മതം പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അതാണ് അതിൻ്റെ പോയിന്റ്. ഇനി മൂന്നാമത്തത് നിങ്ങൾക്കറിയാം, പ്രൊപ്പഗേറ്റ് ചെയ്യുക. പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴും മിക്കവാറും ഉള്ള നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലും സ്വാതന്ത്ര്യത്തിന് മുന്നേ ഉള്ള ഇന്ത്യയിലും ഉണ്ടായിട്ടുള്ള കലാപങ്ങളുടെ എല്ലാം അടിസ്ഥാനം ഈ മൂന്നാമത്തെ സാധനമാണ്, പ്രൊപ്പഗേറ്റിംഗ് റിലീജിയൻ. നിങ്ങളിൽ തന്നെ നിർത്താൻ നിങ്ങൾക്ക് ഉദ്ദേശമില്ല, നിങ്ങൾ റിക്രൂട്ട് ചെയ്യാം. പുതിയ ആളുകളെ കൊണ്ടുവരികയാണ്, മതം പടർത്തുക, കൺവേർട്ട് ചെയ്യുക, റീകൺവേർട്ട് ചെയ്യുക, ഖർവാപ്പസി. ആ ഒരു സാധനം മാത്രം കട്ട് ചെയ്തിരുന്നെങ്കിൽ ഇന്ത്യയിൽ നിന്ന് നമുക്ക് ലാഭിക്കാവുന്ന മതലഹളകളും സംഘർഷങ്ങളും ഒരുപാടാണ്. പക്ഷേ സാധിക്കുമായിരുന്നില്ല. അത്രമാത്രം മതനിബിഡമായിരുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്നത്. പശുവിൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങൾ കണ്ടു. പശുവിൻ്റെ യഥാർത്ഥത്തിൽ പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ BJP-യുടെ ആണ്, ഞാൻ പലയിടത്തും പറഞ്ഞിട്ട് BJP-യുടെ ഒരു സാധനമാണ് പശു എന്ന് കരുതുകയേ വേണ്ട. BJP ഇപ്പോഴാണ് ഈ സാധനം കാണുന്നത്. ഇത് കോൺഗ്രസ് കഴിഞ്ഞ 150 വർഷമായിട്ട് 1857 മുതൽ ഇന്ത്യയിൽ വളരെ സജീവമായി ഉപയോഗിക്കപ്പെടുന്ന രാഷ്ട്രീയ ആയുധമാണ് പശു. 57-ലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് നമ്മൾ പറയുന്ന ശിപായി ലഹള എന്ന് അവർ വിളിക്കുന്ന ആ സംഭവത്തിൽ പശുവിനെ വെച്ചുകൊണ്ടാണ് സിഖുകാരും ഹിന്ദുക്കളും ആദ്യമായി ഒന്നിക്കുന്നത്. രണ്ടു കൂട്ടർക്കും പ്രധാനപ്പെട്ടതാണ്. പിന്നെ അത് കഴിഞ്ഞ് മഹാത്മാഗാന്ധിയുടെ കാലഘട്ടം, തിലകനൊക്കെ അറിയാമല്ലോ, നിങ്ങൾക്കറിയാമല്ലോ, എന്നെ കൊന്നോളൂ എന്നാലും പശുവിനെ വെറുതെ വിടുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കോൺഗ്രസിൻ്റെ ആയുധമായിരുന്നു പശു. ഇന്ദിരാഗാന്ധിയുടെ ചിഹ്നം തന്നെ പശുവും കിടാവും വെച്ചുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി ആ ഒരു സാധനം കുറേ കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് എങ്ങനെയോ താഴ്ത്ത് വെച്ച് നോക്കിയപ്പോൾ കാണാം മോദി വന്ന് എടുത്തു എന്നേ ഉള്ളൂ. ഈ സാധനം ഇവിടെ ഉള്ളതാണ്, അല്ലാതെ ഇത് BJP-യുടെ കണ്ടുപിടുത്തോ അല്ലെങ്കിൽ ജനതാദളിൻ്റെ കണ്ടുപിടുത്തോ ഒന്നുമല്ല. ഈ സാധനം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലും ഉണ്ടായിരുന്നു. ഇത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആക്കാനായിരുന്നു ആദ്യത്തെ ശ്രമം. പശുവിൻ്റെ കാര്യം ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ട് കൊടുക്കാം, അത് ഭയങ്കര സംഭവമാണ്. അതിൽ നിന്നാണ് നിർദ്ദേശ തത്വങ്ങളിലേക്കൊന്ന് മാറ്റിയത്. അതൊക്കെ തള്ളി നീക്കിയാണ്. നെഹ്റുവും അംബേദ്കറും കൂടെ ചേർന്ന് ഇങ്ങനെ തള്ളി നീക്കിയ സാധനമാണ്. അതേപോലുള്ള ആളുകൾ വളരെ ന്യൂനപക്ഷമായിരുന്നു. എന്നാലും ഈ പുരോഗമന ആശയങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ നടക്കും. ഞാൻ വീണ്ടും എസൻസിൻ്റെ ഒരു കാര്യം പറഞ്ഞതിലേക്ക് തന്നെ വരികയാണ്. ഇപ്പോൾ എമിൽ ഡക്കവും മാക്സും പറഞ്ഞൊരു കാര്യം, ഒരു മതപരമായ ദുർബലീകരണം അല്ലെങ്കിൽ ഒരു ഡൈല്യൂഷൻ ഒരു സമൂഹത്തിൽ സംഭവിക്കണമെങ്കിൽ ഭൗതിക പുരോഗതി ഉണ്ടാവണം, എഡ്യൂക്കേഷൻ ഉണ്ടാവണം, അല്ലേ? ഇന്നസെൻ്റ് പറയുന്നതാണോ എഡ്യൂക്കേഷൻ, അങ്ങനെയൊക്കെ വരുമ്പോൾ ജനങ്ങൾക്ക് മതമൊക്കെ. പക്ഷെ നമ്മളിവിടെ എന്താ കാണുന്നത്? ഇവിടെ ഏറ്റവും കൂടിയ വിദ്യാഭ്യാസമുള്ള ആളുകൾ ഏറ്റവും കൂടിയ അന്ധവിശ്വാസികളാണ്. ഇപ്പോൾ UGC-യോ അല്ലെങ്കിൽ നിങ്ങളൊരു എഞ്ചിനീയറിംഗ് കോളേജിലോ അല്ലെങ്കിൽ നിങ്ങളൊരു റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ഒരു ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ ദാഷ് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ അന്ധവിശ്വാസികളെ നിങ്ങൾ അവിടെയാണ് കാണുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ ഒരു പിണ്ണാക്കം ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അർത്ഥം. എഡ്യൂക്കേഷൻ ഹെൽപ്ഫുൾ ആണ്, പക്ഷേ എന്ത് എഡ്യൂക്കേഷൻ? നിങ്ങൾ കളക്ഷൻ ഓഫ് ഡേറ്റയാണ് മാത്രം. നിങ്ങൾ കുറേ കാര്യങ്ങൾ അറിഞ്ഞു വെക്കുകയാണ്. ഇല്ല PSC-ക്ക് പഠിക്കുന്നോണം ഭൂട്ടാനിലെ നാണയം ഇത്, ഇറാനിലെ നാണയം ഇത്, മഡഗാസ്കറിലെ നാണയം ഇത്, ഇങ്ങനെ കുറേ നാണയങ്ങളുടെ പേര് പഠിക്കുന്നു, അറിവുണ്ടാവുന്നു.
നിങ്ങൾക്ക് ജോലി കിട്ടുന്നു, നിങ്ങൾ അംഗീകരിക്കപ്പെടുന്നു. അറിവല്ല, ഒരു തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ മതത്തിൽ നിന്ന് പുറത്തു വരാൻ നമ്മളെ സഹായിക്കുക. അതാണ് നമ്മൾ സയൻറ്റിഫിക് ടെമ്പർ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. അപ്പം ഞാൻ മുമ്പേ സൂചിപ്പിച്ച ബ്രിസ്റ്റൽ സർവകലാശാലയുടെ ഒരു സർവേയുടെ ഒരു വലിയൊരു എക്സ്റ്റെൻസീവായിട്ടുള്ള ഒരു പഠനം, അത് നിങ്ങളെല്ലാം ഒന്ന് പോയി അടിച്ചു നോക്കണം. 2018 എനിക്ക് തോന്നുന്നു. അവർ പറയുന്നത് ഈ 109 രാജ്യങ്ങളുടെ പഠനം വെച്ച്